ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു റിലേഷൻഷിപ്പോ തിരഞ്ഞെടുക്കുമ്പോൾ ആ ആളെ നന്നായി അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡിപ്രഷൻ, ട്രോമയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഒരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം എന്തിനാണ് എനിക്ക് ഇത്രയും ശിക്ഷ തന്നത് എന്ന് ഓർത്തിരുന്ന് കരയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ബൈബിളിലൊരു വാചകമുണ്ട്, പന്നിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മുത്തുകൾ ഇട്ടുകൊടുക്കരുതെന്ന്. നമ്മുടെ ചിന്താഗതിക്കും നമ്മുടെ നിലവാരത്തിനും അനുസരിച്ചുള്ള റിലേഷൻ മാത്രമേ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാവൂ. നമ്മളൊരു റിലേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിനും വിവരത്തിനും വിവേകത്തിനും മാച്ചായ ഒരാളാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ സ്നേഹവും സമയവും അർഹിക്കാത്ത ഒരു വ്യക്തിക്ക് കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. അതിൻ്റെ പ്രതിഫലമായി ദൈവം തരുന്നൊരു ശിക്ഷയാണത്. ഇതൊരു പ്രകൃതി നിയമമാണ്. ഈ അവസ്ഥയിൽ ഇരിക്കുന്നവർ ഓർക്കുക, കഴിഞ്ഞു പോയതും നമ്മുടെ കയ്യിലില്ല, ഭാവിയിൽ വരാനുള്ളതും നമ്മുടെ കയ്യിലല്ല.